ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കേരള സ്റ്റൈലിൽ ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചൂരമീനാണ്. നമുക്ക് ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ തന്നെ നമ്മൾ ചേർക്കണം. നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് കൂടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഉലുവ ചേർക്കാം. അപ്പം ചിലവർ കടുക് ചേർക്കും. കടുക് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉലുവ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഉലുവ ഇടാം. ഉലുവൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുകയാണ്. ചെറിയ ഉള്ളിയും ഇഞ്ചിയും നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടും. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഇത് നല്ല ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഏകദേശം ഒന്ന് നല്ലപോലെ വരണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ മസാലപ്പൊടികൾ ചേർക്കുന്നത് ഡയറക്റ്റ് ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കുമല്ല. ഞാൻ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ നേരെ ഡയറക്റ്റ് ഇടുവാണെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല കുറുകയും കിട്ടും. അതുമാത്രമല്ല നമ്മുടെ ഈ മസാല കരിഞ്ഞും പോകത്തില്ല. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് കളറൊക്കെ മാറി നല്ല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നമ്മളിപ്പം ഇത് അല്ലാതെ ചേർത്തതായതുകൊണ്ട് ചിലപ്പോൾ കട്ട പോലെ ആയിരിക്കും കിടക്കുന്നത്. നമുക്കിപ്പോൾ വെള്ളമായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് പുളിയും, ഞാനിപ്പോൾ കുടംപുളിയാണ് എടുത്തേക്കുന്നത്. കുടംപുളി ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്ത് അതിൻ്റെ ഉറ കളഞ്ഞിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. എന്നിട്ട് ഇതിലേക്ക് പുളിയും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. നമുക്ക് ഓവർ വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി ലൂസാകാതെ ഒരു കുറുകിയ പരുവത്തിലാണ് നമ്മൾ മീൻകറി വെക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പുളിയും ഉപ്പും ചേർക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി. മൊത്തം ചോറ് നമുക്ക് കഴിച്ച് തീർക്കാനായിട്ട് നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ചീനിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിനെക്കാട്ടിലും നല്ല ഒന്നും കൂടി ടേസ്റ്റാണ് ഈ കറിക്ക്. ഇപ്പോൾ നമ്മൾ പുളിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വേവിക്കാൻ വെക്കാം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ഇളക്കാൻ പാടില്ല. കാരണം മീൻ പൊടിഞ്ഞു പോകും. അത് നമ്മൾ ഏത് മീനാണെങ്കിലും നമ്മൾ മീനിട്ട് കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ ഇളക്കരുത്. എന്നിട്ട് നമുക്ക് മീൻ കുറേശ്ശെ മീൻ ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിതിൽ ഇന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് വേവിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല കുറുകി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം. ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യില്ല. കാരണം നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കൂടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ വെക്കുന്ന മീൻകറിയെക്കാട്ടിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊരു അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്